അതിന് 6 കിലോ. എത്ര മാസം എടുത്തിട്ടായിരുന്നു? 3 months. അർജുൻ ചേട്ടൻ ജോയിൻ ചെയ്തോ ഇതിലോ? അങ്ങനെ അത് എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ നോക്കി അപ്രൂവ് ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിന് റൈറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണമെന്നുള്ള ഒരു വളരെ അതിയായ ആഗ്രഹമാണ്. ചില സമയങ്ങളിൽ ചില പ്രായത്തിൽ കരുതും ഒന്ന് വണ്ണം വെക്കണമെങ്കിൽ എന്ന്. അതിനു വേണ്ടിയിട്ട് ലേഹ്യങ്ങളും മരുന്നുകളും ഒക്കെ കഴിക്കും. പക്ഷേ ആ വണ്ണം വെച്ചതിന് ശേഷം പിന്നീട് നെട്ടോട്ടമാണ് എങ്ങനെയെങ്കിലും വണ്ണം കുറച്ചാൽ മതിയായിരുന്നു എന്ന്. എന്തിനാണ്? പല മോഡേൺ ഡ്രസ്സുകളും കാണുമ്പോൾ നമുക്കതൊക്കെ ധരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. മറ്റു പെൺകുട്ടികൾ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്കും അങ്ങനെ ആകാമായിരുന്നു, അങ്ങനെയൊന്നും നടന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അങ്ങനെ ഈ ഒരു എന്താ പറയുന്നത്, നല്ല മോഡേൺ ഡ്രസ്സിലൊക്കെ നടക്കാനുള്ള ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ജിമ്മിൽ പോയി അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ്. അങ്ങനെ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ ഏത് ഡ്രസ്സും ശരീരത്തിന് പാകമാകും, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളൊക്കെ ഇല്ലാതാകും, വയറും ഒക്കെ കുറയുമെന്നുള്ളൊരു ഭയങ്കര ഒരു ഇതാണ്. പിന്നീട് ആ ഒരു കോൺഫിഡൻസ് വണ്ണം കുറഞ്ഞതിന് ശേഷം പിന്നീട് ഭയങ്കരമായിട്ട് ആ ഒരു ആഗ്രഹമാണ്. ഏതെങ്കിലും നല്ല മോഡേൺ ഡ്രസ്സ് കണ്ടാൽ അത് വാങ്ങുക, ധരിക്കുക, പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നോക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് എന്ന് അറിയുക. അതൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഒരു താല്പര്യം കൂടി ഭയങ്കര ഓവറായിട്ടൊരു കോൺഫിഡൻസ് മൂത്ത് ഒരു പെൺകുട്ടി സാരി ഉടുക്കുന്ന ആ ഒരു കാര്യം വരെയും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നടി താര കല്യാണിൻ്റെ മകളായ സൗഭാഗ്യയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നേരത്തെ ഇതിനു മുമ്പ് സൗഭാഗ്യയുടെ വീഡിയോ ചെയ്തിരുന്നു. അവർ വെയിറ്റ് കുറച്ചതിന് ശേഷം അവർ വന്നിട്ട് സാരി ഉടുക്കുന്നതും അത് ഒരുപാട് ആളുകളുടെ നെഗറ്റീവ് കമൻറ്റുകൾ ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു. ഇപ്പം വീണ്ടും അവർ ഒരു സാരിയൊക്കെ ഉടുത്ത് വന്നിട്ട് വീഡിയോ ചെയ്യുകയാണ്. നമുക്കറിയാം, സാരി ധരിക്കുന്നത് എല്ലാവരും റൂമിൽ കയറി കഥയൊക്കെ അടച്ചിട്ടിട്ട് ആണ് സാരി ധരിക്കുന്നത്. ഇത് പക്ഷേ അവർ വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഒരു സ്കേർട്ടും ബ്ലൗസും ഇട്ടതിന് ശേഷം സാരി ചുറ്റുന്നത് ആ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇതിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരികയും ചെയ്തു. നമുക്കെന്തായാലും സൗഭാഗ്യയുടെ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോയ്ക്കടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഭർത്താവിനെ മാത്രം കാണിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ മുഴുവനും കാണിക്കുന്നത്, പൈസ ഉണ്ടെങ്കിൽ എന്തുമാകാം, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുടെ ആ ഒരു മുന്നോടിയായിട്ട് കാണിക്കുന്ന പരിപാടിയാണോ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, അതും പോയി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരുപാട് കമൻറ്റുകളാണ് ഇവർക്കെതിരെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, അവരെക്കുറിച്ച് നല്ലൊരു മതിപ്പായിരുന്നു. കാരണം ആ ഒരു നടി ഒരു സെലിബ്രിറ്റിയാണ്. എന്നാൽ പോലും അവരുടെ വീട്ടിൽ അവർ വളർത്തുന്ന മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളെ അവർ വളർത്തുന്നുണ്ട്. അതൊക്കെ അവർ തന്നെ ചെയ്യുകയും അതിൻ്റെ ആ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിന് ഭക്ഷണം കൊടുക്കുകയും അതിനെ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും സൗഭാഗ്യം ചെയ്യുന്നതൊക്കെ തൻ്റെ ചാനലിൽ കൂടെ ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേനും അവരെക്കുറിച്ചൊരു നല്ല മതിപ്പാണ്. അല്ലാതെ നമുക്കറിയാം, സെലിബ്രിറ്റികളെ സംബന്ധിച്ച്
ഒരുപാട് എന്ത് കാര്യത്തിനും വേലക്കാർ ഉണ്ട്, അവർക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ സെർവൻ്റായിട്ട് ഒക്കെയുള്ള ഒരു കാലമാണ്. അങ്ങനെയൊന്നും ഇല്ലാതെ അവർ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കിന് അവരെക്കുറിച്ചുള്ളൊരു മതിപ്പെന്ന് പറയുന്നത് നല്ലൊരു മതിപ്പായിരുന്നു. അതുപോലെ തന്നെ താരാ കല്യാണിനെ കുറിച്ചാണെങ്കിലും നല്ലൊരു മതിപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ആ ഒരു മതിപ്പ് ഇവരിപ്പം കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സൗഭാഗ്യ. അതായത് സാരി എന്ന് പറയുന്ന ഒരു ഡ്രസ്സിനെ കുറിച്ച് നമുക്കറിയാം. 5.5 മീറ്ററോളമുള്ള ആ ഒരു സാരിയെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് യോജിക്കുന്ന, അവർക്ക് ചേരുന്ന ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് സാരി തന്നെയാണ്. പക്ഷെ ഉടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ സാരിയിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സുന്ദരിയായിരിക്കുന്നത്. എന്നാൽ ആ സ്ത്രീകളെ ഈ ഒരു സാരി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വേണമെങ്കിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലും വേണേൽ ഉടുക്കാം, അതല്ല ശരീരം പ്രദർശിപ്പിക്കാത്ത രീതിയിലും നമുക്ക് ആ സാരീനെ ഉടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സാരി ഉടുത്തിട്ട് വന്നിട്ട് ഈ സൗഭാഗ്യ തൻ്റെ ശരീരത്തിൻ്റെ ഫാറ്റൊക്കെ കുറഞ്ഞ് വണ്ണമൊക്കെ കുറഞ്ഞപ്പോൾ അതെവിടെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് എന്നും പറഞ്ഞുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അത് ശരിക്കും കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം സാരിയൊക്കെ ഉടുക്കുമ്പോൾ എല്ലാവരും റൂമിനുള്ളിൽ കയറി നിന്നാണ് ഉടുക്കുന്നത്. അത് അങ്ങനെ ശരീരം കാണിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ വന്നിട്ട് ആരുടെയും മുമ്പിൽ വന്നിട്ട് നമ്മൾ പ്രദർശിപ്പിച്ച് സാരി ഉടുക്കാറില്ല. ഇത് പക്ഷെ നേരെ മറിച്ച് ഇത് ഇവർക്കുണ്ടായിരിക്കുന്ന കൂടുതലും ആ ഒരു ഓവറായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ്, ആ ഒരു ഇതിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം വണ്ണം കുറഞ്ഞു അതുകൊണ്ട് സുന്ദരിയായി ഇന്നൊരു ചിന്താഗതി കൊണ്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഇച്ചിരി ഓവറാകുന്നില്ലേ എന്നുള്ള കാര്യത്തിലാണ് സൗഭാഗ്യ ചിന്തിക്കേണ്ടത്. ഇച്ചിരി ഓവറാകുന്നില്ലേ എന്നല്ല, ഓവറായിട്ട് തന്നെയാണ് ഈ സൗഭാഗ്യയുടെ ഈ ഒരു പരിപാടി കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടായിരുന്ന ആ ഒരു മതിപ്പ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് ഈ സൗഭാഗ്യയുടെ ഈ പ്രവൃത്തി കൊണ്ട്. ഈ തടി കുറച്ചു എന്നും പറഞ്ഞുകൊണ്ട് തുണി കുറച്ച് വന്നിട്ട് വീഡിയോ എടുത്ത് അത് പ്രദർശിപ്പിക്കുന്ന രീതിയോടാണ് ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത്. സൗഭാഗ്യ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് ആളുകൾക്ക് മതിപ്പുണ്ടായിരുന്നു. ആ ഒരു റെസ്പെക്റ്റ് അത് ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ തടി കുറഞ്ഞപ്പോൾ 16 കിലോയോളം വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ഒരുപാട് പൈസയൊക്കെ ചിലവഴിച്ച് അവർ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റുമായിട്ടൊക്കെ സഹകരിച്ച് അങ്ങനെയാണ് അവർ തടി കുറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ആ ചെലവിൻ്റെ ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വന്നിട്ട് പ്രദർശിപ്പിച്ച് വീഡിയോ ഇടുന്നത് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളും സൗഭാഗ്യക്ക് അങ്ങനെ തന്നെ വരികയും ചെയ്തു. അതൊക്കെ പറയിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഡ്രസ്സ് ഇപ്പം ധരിച്ചു അല്ലെങ്കിൽ വണ്ണം കുറച്ചു, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അതൊക്കെ ശരി തന്നെയാണ്. അല്ലെങ്കിൽ അമ്മേനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഒക്കെ കാണിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇത് വന്നിട്ട് നാട്ടുകാരെ മൊത്തം ലോകത്തിലുള്ള എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറയും മുന്നിൽ വെച്ചുകൊണ്ട് ബ്ലൗസും സ്കേർട്ടും ഇട്ടുകൊണ്ട് വന്നിട്ട് സാരി ഉടുത്ത് ശരീരം കാണിക്കുന്ന രീതിയിലുള്ള ആ സാരി ഉടുപ്പ് കാണിക്കുന്നതാണ്. ഇതുപോലെ സ്ത്രീകൾക്കിടയിൽ നിന്നും അമ്മമാർക്കിടയിൽ നിന്നൊക്കെ ഒരുപാട് പൊങ്കാല കേൾക്കേണ്ടി വന്നത് സൗഭാഗ്യയ്ക്ക്. അതൊരു അതിരുവിട്ട എന്താ പറയുന്ന ഒരു കൂടിയ ഒരു കളിയായി മാറി, സൗഭാഗ്യയുടെ ഒരു അതിരുവിട്ട ഒരു പ്രവൃത്തിയായി മാറിയിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് സൗഭാഗ്യയ്ക്കുണ്ടായിരുന്ന ആ ഒരു കുടുംബത്തിലുണ്ടായിരുന്ന ആ മതിപ്പ് ഇല്ലാതാക്കി കളയാനാണ് സൗഭാഗ്യ ശ്രമിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുപോലൊരു സാരി ഉടുത്തൊരു വീഡിയോ കാണിച്ചു, അതിനും ഒരുപാട് കമൻറ്റുകൾ വന്നതാണ്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയാണോ എന്നും ചോദിച്ചായിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നുമല്ല, അന്ന് നമുക്ക് മനസ്സിലാവും ഈ തടി കുറച്ചതിൻ്റെ ഉള്ള ആ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടുണ്ടായ ആ സന്തോഷം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഒരു പരിപാടി, ഒരു പ്രദർശന രീതിയാണ് ഈ കാണിച്ചു കൂട്ടിയത്. അതുതന്നെ വീണ്ടും വീണ്ടും നാട്ടുകാരെ മുഴുവനും കാണിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് സൗഭാഗ്യ പോയിരിക്കുന്നത്. എന്ത് കണ്ടാലും എന്ത് ചെയ്താലും ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് വിളമ്പാൻ ആളുകൾക്ക് ഒരു നാണവുമില്ല, ഒരു മടിയുമില്ല. എന്ത് കാണിച്ചു കൂട്ടിയാലും റീച്ച് കിട്ടുക, വ്യൂസ് കിട്ടുക, പണം സമ്പാദിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരു മാനവുമില്ല, നാണവുമില്ലാത്ത പ്രവൃത്തികളിലേക്കാണ് ജനങ്ങൾ അതിര് വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വന്തം എന്താ പറയുന്നത്, അവനവൻ്റെ ആ ഒരു രീതി, ആ ഒരു വില തന്നെ കളഞ്ഞു കുടിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് പോകുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി, ഇങ്ങനെ ഒരു പ്രവൃത്തി, തരംതാണ ഒരു പ്രവൃത്തികൾ കാണിച്ചുകൊണ്ട് പോകുന്നതെന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ
എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും, ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.